Hello guys. Welcome back to video. And ഈ വീഡിയോ നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഒരു ബേസിക് മോഡൽ സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ബേസിക് ഒരു ആപ്പ് ജേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വേണ്ടത് ഒരു മോഡലാണ്. അതായത് ഡാറ്റാബേസിലേക്ക് നമുക്കിത് സേവ് ചെയ്യണം. യൂസറുടെ ഡാറ്റാസും കാര്യങ്ങളും മോങ്കോ ഡി ബി ആണ് യൂസ് ചെയ്യുന്നത്. ആ മോങ്കോ ഡി ബിയിൽ നമുക്ക് കൊണ്ടുപോയി സ്റ്റോർ ചെയ്യണം ലോക്കൽ ഹോസ്റ്റിലും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളാണ് നമ്മളിപ്പം ചെയ്യുന്നത്. അതായത് നമുക്ക് ചുമ്മാ അങ്ങോട്ട് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റില്ല. മോങ്കോ ഡി ബിയും നോഡ് ജേസ് കണക്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് മോങ്കോസ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂളാണ്. ഓക്കെ, മോങ്കോസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ നോഡ് ജേസും മോങ്കോ ഡി ബിയും തമ്മിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ കോൺസ് മോങ്കോസ് എന്നും പറഞ്ഞിട്ട് ആ ഒരു മോങ്കോസിനെ റിക്വയർ ചെയ്തെടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഈ മോങ്കോസിൻ്റെ അകത്ത് കണക്ട് എന്നുള്ളൊരു ബിൽഡിൻ മെത്തേഡ് ഉണ്ട്. മോങ്കോസ് ഡോട്ട് കണക്ട് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. ഓക്കെ, അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ ലോക്കൽ സ്ട്രിങ് കൊടുക്കും, കണക്ഷൻ സ്ട്രിങ് കൊടുക്കും. നമ്മുടെ മോങ്കോ ഡി ബി, അതായത് നമ്മളിലുള്ള കോമ്പസിൻ്റെ അകത്ത് പോയിട്ട് അതിൽ ലോക്കൽ ഹോസ്റ്റുമായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്താൽ മതി, ആ ഒരു ലോക്കൽ ഹോസ്റ്റ് വെച്ച് കണക്ട് ചെയ്യുക. എന്നിട്ട് ആ 3 ഡോട്ട്സിൽ ഇവിടെ അതാ റിഫ്രഷ് അല്ല, താഴെ നമുക്കുണ്ട് കോപ്പി കണക്ഷൻ സ്ട്രിങ് എന്നും പറഞ്ഞിട്ട്. ഓക്കെ, ഒരു കോപ്പി കണക്ഷൻ സ്ട്രിങ് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്താൽ തന്നെ നമ്മുടെ സംഭവം ലിങ്ക് കോപ്പി ആയിട്ടുണ്ട്, നമ്മുടെ കയ്യിൽ കോപ്പി ചെയ്ത് നിൽക്കുന്നുണ്ട്. നമുക്ക് നേരെ വരാം. ഈ ഒരു കണക്ഷൻ സ്ട്രിങ്ങിൻ്റെ ഉള്ളിൽ നമുക്ക് ആ ഒരു ലിങ്ക് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഈ മോങ്കോ ഡി ബി //ലോക്കൽ ഹോസ്റ്റ് $27017 ഉള്ളത് ഡിഫോൾട്ടാണ്, അതെല്ലാത്തിനും ഓക്കെയാണ്. ഞാനിവിടെ 000 കൊടുക്കുന്നുണ്ട്, കാരണം എൻ്റെ ലോക്കൽ ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ കണക്റ്റ് ആവില്ല. ചിലർക്കത് ചിലപ്പം ലോക്കൽ ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ കണക്റ്റ് ആവുമായിരിക്കും, പക്ഷേ എൻ്റെ കണക്റ്റ് ആവില്ല. ഓക്കെ, എന്നിട്ട് സ്ലാഷ് എന്നും പറഞ്ഞിട്ട് നമുക്കൊരു ഡാറ്റാബേസ് നെയിം കൊടുക്കാൻ പറ്റും. ഓക്കെ, നോർമലായിട്ട് ഈ ലോക്കൽ ഹോസ്റ്റ് സ്ലാഷ് നമ്മളൊരു ഡാറ്റാബേസ് നെയിം, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഡാറ്റാബേസ് ഉണ്ടെങ്കിൽ അത് ട്രിഗർ ചെയ്യും, അല്ലെങ്കിൽ പുതിയൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഞാനിവിടെ പ്രൊജക്റ്റ് 1 എന്നാണ് കണക്ഷൻ കൊടുക്കുന്നത്, അതായത് ഡാറ്റാബേസിന് നെയിം കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഒരു പ്രോമിസ് യൂസ് ചെയ്യണം. അത് അവിടുന്ന് കിട്ടുന്ന പ്രോമിസ് റിസോൾവ് ആയിട്ടുണ്ട്, അതായത് മോങ്കോ ഡി ബി കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, ഡാറ്റാബേസ് കണക്റ്റഡ് എന്നൊരു കൺസോളിൽ നമുക്കൊന്ന് ലോഗ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാവല്ലോ കണക്റ്റ് ആയിട്ടുണ്ടെന്ന്. ഇനി ഇൻ കേസ് എന്തെങ്കിലും എറർ വരുവാണെങ്കിൽ അത് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്യാച്ച് യൂസ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്കൊന്ന് പ്രിൻറ്റ് ചെയ്യാം. ലൈക്ക് കൺസോളിൻ്റെ അകത്ത് ഒരു എറർ എന്താണോ ആ എറർ, അത് എറർ ഓൺ ദ ഡാറ്റാബേസ് കണക്ഷൻ. ഓക്കെ, അങ്ങനെ കൊടുക്കാം. ഡാറ്റാബേസ് കണക്ഷൻ എന്ന് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, ആ ഒരു എററും കൂടി നമുക്ക് പ്രിൻറ്റ് ചെയ്യാം. എറർ എന്താണെന്നും കൂടി അറിയണമല്ലോ. ഓക്കെ, സെയിം എററാണോന്ന് ചെക്ക് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ഫോർമാറ്റ് ചെയ്യുന്നതാണെങ്കിൽ, അറിയാത്തവർക്കാണെങ്കിൽ നമുക്ക് പറഞ്ഞുതരാം. അതായത് Alt+Shift+F അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അഥവാ Shift+Alt+F അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോർമാറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം കാണാൻ ഞാൻ പെട്ടെന്ന് അതൊന്ന് ഫോർമാറ്റായി ഇൻഡൻറ്റേഷനൊക്കെ വന്ന് നിൽക്കുന്നത്. അപ്പം അതറിയാത്തവർക്കാണെങ്കിൽ ഞാൻ അവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, Shift+Alt+F ആണ് സംഭവം. ഓക്കെ, ഇനിയാണ് നമ്മൾ സ്കീം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഇനിയാണ് ആ ഒരു മോഡൽ, അതായത് ഈ ഡാറ്റാബേസ് എങ്ങനെ ഉണ്ടാവണം എന്നുള്ളതിനൊരു സ്ട്രക്ചർ പോലെയാണ്, അതൊരു ബ്ലൂ പ്രിൻ്റ് പോലെയാണ് ഈ സ്കീം ആക്ട് ചെയ്യുക. ഇതിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കുന്ന ഫീൽഡ്സ് ആയിരിക്കും ഇൻബിൽഡായിട്ട്. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോങ്കോ ഡി ബിയിൽ ഡിഫോൾട്ടായിട്ട് ഡാറ്റാസ്, അതായത് ഈ ഫീൽഡ് ഇൻപുട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇൻപുട്ട് ചെയ്യുന്നതിന് വരെ നമ്മൾ എന്ത് ചെയ്യാം, പ്രീ ഡിഫൈൻഡ് ആയിട്ട് കുറച്ച് ഇൻപുട്ട് ഫീൽഡ്സ് അവിടെ സെറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് അതിന് ഒരു ഡാറ്റാസ് കൊടുക്കും, അതായത് ഒരു കീസ് കൊടുക്കും. ഇപ്പോൾ കണ്ടില്ലേ, നെയിം, സ്ട്രിങ്, റെക്കോർഡ്, ട്രൂ. ഇപ്പം ഈ നെയിം ഇല്ലാതെ ഒരു ഡാറ്റാബേസും ഒരു ഡാറ്റയും ഒരു ഡോക്യുമെൻറ്റും ഇനി മോങ്കോ ഡി ബിയിൽ സ്റ്റോർ ആവില്ല. ഓക്കെ, അതേമാതിരി ആ നെയിമിൻ്റെ ടൈപ്പ് എന്തായിരിക്കും, ഒരു സ്ട്രിങ് ആയിരിക്കും. നമുക്ക് നമ്പറോ അല്ലെങ്കിൽ വേറെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതേമാതിരി നമുക്ക് വേണ്ടത് ഒരു യൂസർക്ക് എന്തൊക്കെ വേണം, നെയിം വേണം, പാസ്വേഡ് വേണം, അതേമാതിരി എന്തും വേണം, ഒരു ഇമെയിലും വേണം. നമ്മളിവിടെ ഈ പാസ്വേഡ് കൊടുക്കുകയാണ്. പാസ്വേഡിൻ്റെ ടൈപ്പ് സ്ട്രിങ് ആയിട്ട് കൊടുക്കുന്നു. അതേമാതിരി റിക്വയർഡ് ട്രൂ ആണ്. വിത്തൗട്ട് പാസ്വേഡ് തന്നെ ഒരു ഡോക്യുമെൻറ്റും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, സേവ് ചെയ്യാൻ പാടില്ല, അതൊരു യൂസർക്കും എൻ്റർ ആവാൻ പാടില്ല. ഓക്കെ, ഇനി ടൈപ്പ് ഇമെയിലും വേണം, ഇമെയിലിന് ടൈപ്പ് സ്ട്രിങ് ആണ്. ഓക്കെ, ആ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, സോറി. അതായത് നമ്മൾ ടൈപ്പ് കൊടുക്കുമ്പോൾ അതിന് കൊട്ടേഷൻ്റെ ആവശ്യമില്ല, ഡയറക്റ്റ് സ്ട്രിങ് എന്ന് കൊടുക്കാനുള്ളൂ കേട്ടോ. അത് ചെറിയൊരു ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്, അത് ഫിക്സ് ചെയ്താൽ മതി. അതേമാതിരി റിക്വയർഡ് നമുക്ക് ട്രൂ ആക്കാം. പക്ഷേ ഇമെയിൽ നമുക്ക് എന്ത് ചെയ്യണം, യുണീക്ക് ആയിരിക്കണം.
ഓക്കെ. ഇമെയിൽ എന്ത് ചെയ്യാൻ പറയരുത്, ഡ്യൂപ്ലിക്കേറ്റ് ആവാൻ പാടില്ല. അതായത് ഇപ്പോൾ ഒരേ യൂസർ തന്നെ കൂടുതൽ യൂസർക്ക് ഒരേ ഇമെയിൽ വരാൻ പാടില്ല. അതിനാണ് നമ്മൾ ഇമെയിൽ യൂണീക്ക് ട്രൂ കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതാണ് നമ്മുടെ ബേസിക് സ്കീം. ഈ സ്കീമെ ഈ ഒരു സ്ട്രക്ചറിലായിരിക്കും ഡാറ്റാബേസിൽ ഡാറ്റ സ്റ്റോർ ചെയ്യാം. ഓക്കെ. ഇനി ഇതിനെ നമുക്ക് മോഡലായിട്ട് എക്സ്പോർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ കണക്ഷൻ എന്നുള്ളൊരു വേരിയബിൾ ഉണ്ടാക്കി, എന്നിട്ട് എന്ത് ചെയ്തു, മോങ്കൂസ് ഡോട്ട് മോഡൽ വിളിച്ചിട്ടുണ്ട്. ഇനി ആ മോഡലിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഈ മോഡലിനൊരു നെയിം കൊടുക്കും. അതായത് ഒരു ഡാറ്റാബേസിൽ ആ ഒരു കളക്ഷൻ ഉണ്ടാക്കണം, നമ്മൾ കളക്ഷൻ ക്രിയേറ്റ് ചെയ്യണം ഇപ്പോൾ. ഓക്കെ. ആ കളക്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ആ കളക്ഷനുള്ള നെയിമാണ് ഇപ്പോൾ നാം ഈ കൊട്ടേഷനിൽ കൊടുത്ത യൂസേഴ്സ്. എന്നിട്ട് ആ യൂസറിനൊരു ബേസിക് സ്ട്രക്ചറായിട്ടാണ് ഞാൻ യൂസർ സ്കീമയും കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഈ മൊഡ്യൂൾ ഒന്ന് എക്സ്പോർട്ടും ചെയ്യാം. ലൈക്ക് ഈ ഒരു കളക്ഷനെ നമ്മൾ എന്ത് ചെയ്യാണ്, എക്സ്പോർട്ട് ചെയ്യണം. ഓക്കെ. റൺ ചെയ്ത് നോക്കുമ്പോൾ ഒരു എററുണ്ട്, കനോട്ട് ഫൈൻഡ് മോങ്കൂസ് എന്നാണത്. സോ നമ്മൾ മോങ്കൂസ് അതായത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം npm ജസ്റ്റ് നമുക്കൊരു മോങ്കൂസിനെ ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ. ജസ്റ്റ് npm കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ ഈ കളക്ഷൻസിന് എന്ത് ചെയ്തിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഡാറ്റാബേസിൽ കളക്ഷൻസ് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഇനി നമുക്കൊന്ന് മോങ്കൂസിലെടുത്ത് നോക്കി നോക്കാം. ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഓക്കെ, ഡാറ്റാബേസ് കണക്റ്റഡ്, ഡാറ്റാബേസ് സക്സസ്ഫുള്ളി കണക്റ്റഡ് ആണ്. മോങ്കൂസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ലോക്കൽ ഹോസ്റ്റ് നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം, ചിലപ്പം വന്നിട്ടില്ലെങ്കിൽ. ഓക്കെ, അത് അവിടെ വന്നിട്ടുണ്ട്, പ്രൊജക്റ്റ് 1 എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ കൊടുത്ത യൂസേഴ്സും വന്നിട്ടുണ്ട്. നൗ അത് എംപ്റ്റി ആണ്, കാരണം നമ്മൾ ആ ഒരു കളക്ഷൻ മാത്രമേ ഇപ്പം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാം, യൂസറുടെ ഒരു കളക്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഇനി ഇതേമാതിരി നമുക്ക് അഡ്മിൻ്റെ ഒരു കളക്ഷനും കൂടി ക്രിയേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് അഡ്മിൻ മോഡൽ .js എന്ന് വിളിക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത മാതിരി തന്നെ എന്ത് ചെയ്യാം, കോൺസ്റ്റ് മോങ്കൂസ് അസൈൻ റിക്വയർ മോങ്കൂസ് ചെയ്യാം. മോങ്കൂസിനെ റിക്വയർ ചെയ്ത് മോങ്കൂസ് എന്നുള്ളൊരു വേരിയബിളിലേക്ക് വെക്കാം. എന്നിട്ട് ഇതേമാതിരി മോങ്കൂസ് ഡോട്ട് കണക്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ ഒരു ഇതും നമുക്ക് ഈ ഒരു ഡാറ്റാബേസും നമുക്ക് പഴയതുപോലെ ലിങ്ക് ചെയ്യാം, കണക്ട് ചെയ്യാം. ഞാൻ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാണ്, കാരണം നമ്മൾ ഓൾറെഡി അത് സാധനം എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതിയല്ലോ. ആ ലോക്കൽ ഹോസ്റ്റ് 0.0.0.0 കൊടുക്കുകയാണ്. ഇൻ കേസ്, അതായത് ഞാനിവിടെ പറയുന്നത് അവിടെ ഒരു എന്താ പറയുക IP അഡ്രസ്സാണ് കൊടുക്കുന്നത്. അപ്പം 0.0.0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫോൾട്ട്ലി എന്താണ്, നമ്മുടെ ലോക്കൽ ഹോസ്റ്റ് എന്ന് തന്നെയാണ് മീനിങ്. അപ്പം ലോക്കൽ ഹോസ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കെന്ത് എറർ അടിക്കുന്നത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് 0.0.0 എന്നുള്ളൊരു വാല്യൂ കൊടുക്കുന്നത്. ഓക്കെ. ഇനി നമ്മൾ നേരത്തെ ചെയ്ത മാതിരി തന്നെ ഡോട്ട് ക്യാച്ചൊക്കെ ചെയ്തിട്ട് ഈ ഒരു അതായത് ഡാറ്റാബേസ് MongoDB ആയിട്ട് കണക്റ്റ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യാണ്. ആസ് യൂഷ്വൽ നേരത്തെ കൊടുത്ത പോലെ തന്നെ എറർ ഓൺ ഡാറ്റാബേസ് കണക്ഷൻ അഡ്മിൻ ഒന്നും കൂടി കൊടുത്താൽ നമുക്ക് ഒന്നും കൂടി ഒന്ന് എന്താ പറയുക പ്രിസൈസ് ആവും, ലൈക്ക് അഡ്മിൻ ഡാറ്റാബേസ് ആണ് കണക്ട് ചെയ്യുന്നത് എന്നുള്ളൊരു രീതിയിലും. ഓക്കെ. ആൻഡ് സോ നമുക്ക് എന്ത് ചെയ്യാം, ആ എറർ എന്താണോ ആ എററും കൂടി ഒന്ന് കൺസോൾ ചെയ്യാം. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ഫോർമാറ്റ് ചെയ്ത് വെക്കാം, കാരണം അത് കാണാനൊരു ഭംഗി ഉണ്ടാവും. കാരണം പ്രോമിസൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരു മെന കാണില്ല. ഓക്കെ. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയാണല്ലോ, നമ്മൾ അഡ്മിൻ സ്കീമ പോലെ ഒരു സ്കീമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ സ്കീം എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമലി നമ്മൾ മോങ്കൂസിൻ്റെ അകത്ത് എന്തായിരുന്നു, നമുക്ക് എപ്പം വേണോ അപ്പോഴൊക്കെ ഇങ്ങനെ ഓരോ ഫീൽഡ്സിൻ ക്രിയേറ്റ് ചെയ്ത് പോവുക എന്നായിരുന്നു. ഓരോ തവണ ക്രിയേറ്റ് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് വേണം, ഇതേമാതിരി നെയിം ഇമെയിൽ എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നതിന് പകരം നമുക്കൊരു സ്കീം സെറ്റ് ചെയ്യുക. അതായത് ഒരു ബ്ലൂ പ്രിൻ്റ് പോലെ അവിടെ ഡാറ്റ സെറ്റ് ചെയ്ത് വെക്കാം. അത് ഇന്ന ഡാറ്റാസ് വേണം എന്നുള്ളൊരു കാര്യം നമ്മൾ അവിടെ സെറ്റ് ചെയ്ത് വെക്കും. അതും അത് ഏത് ടൈപ്പ് ആയിരിക്കണം, അത് റിക്വയർഡ് ആണോ, അത് യൂണീക്കാണോ എന്നുള്ള കുറച്ച് കീസും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഡാറ്റാബേസ് കുറച്ചും കൂടി പ്രിസൈസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സ്കീമിയായിട്ട് ഡാറ്റാബേസ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ. ആസ് യൂഷ്വൽ അഡ്മിനും എന്തായിരിക്കും, ഒരു ഇമെയിൽ ഉണ്ടാവും, ഒരു നെയിം ഉണ്ടാവും, ഒരു പാസ്വേഡ് ഉണ്ടാവും. അപ്പം നെയിം നമ്മൾ സ്ട്രിങ് എന്തെല്ലാം കൊടുക്കുന്നത്, നെയിം റിക്വയർഡ് ആണ്, അതായത് യൂസർക്കും നെയിം റിക്വയർഡ് ആണ്. അതേമാതിരി തന്നെ ഇമെയിലിനും എന്ത് കൊടുക്കാം, ടൈപ്പ് സ്ട്രിങ് കൊടുക്കാം, റിക്വയർഡ് ട്രൂ ആക്കാം, അതേമാതിരി യൂണീക്കും ട്രൂ ആക്കി സെറ്റ് ചെയ്യാം. ഓക്കെ. പാസ്വേഡ് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇൻ ദിസ്
പാസ്വേഡ് കൊടുക്കാം. ഓക്കെ, ഇമെയിലിന് യുണീക്ക് ട്രൂ കൊടുക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ യുണീക്ക് ട്രൂവും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യാം, ഇതേമാതിരി കളക്ഷൻ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ജസ്റ്റ് ഒരു ബ്ലൂ പ്രിൻ്റ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിട്ടുള്ളായിരുന്നു. ഇനി നമുക്ക് കളക്ഷനായിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതിനായിട്ട് അഡ്മിൻ കളക്ഷൻ എന്ന് പറഞ്ഞിട്ട് mongoose.model എന്നുള്ളൊരു ബിൽഡിംഗ് മെത്തേഡ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ മോഡലിൻ്റെ അകത്തുള്ള 2 പാരാമീറ്ററാണ് നമ്മൾ പാസ് ചെയ്യുക. ഒന്ന് ഒരു കളക്ഷൻ നെയിം, രണ്ടാമത്തത് അതിൻ്റെ ബ്ലൂ പ്രിൻറ്റ് അല്ല അഡ്മിൻ സ്കീമയാണല്ലോ നമ്മുടെ ബ്ലൂ പ്രിൻറ്റ്. അപ്പോൾ അതുമാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വൺ നമ്മുടെ കളക്ഷൻ നെയിം ആൻഡ് സെക്കൻഡ് വൺ ഈസ് സ്കീമ. ഓക്കെ, നമുക്കിതൊന്ന് എക്സ്പോർട്ട് ചെയ്യാം, കാരണം നമുക്ക് എല്ലായിടത്തും റീയൂസ് ചെയ്യേണ്ടതാണോ. ഓക്കെ, ഇനി ജസ്റ്റ് ഇതൊന്ന് കണക്റ്റ് ആയിട്ടുണ്ടോ നോക്കണമല്ലോ. അപ്പം ജസ്റ്റ് ഓൾറെഡി റൺ ആയിട്ടുള്ളത് സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു പേജ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഡാറ്റാബേസ് കണക്റ്റഡ് എന്നാണ്. നമുക്ക് അതൊന്നും കൂടി ഒന്ന് പ്രിസൈസ് ആയിട്ട് അഡ്മിൻ ഡാറ്റാബേസ് എന്നാക്കാം. സോ അഡ്മിൻ കണക്റ്റഡ് ആയി എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാവല്ലോ. ഓക്കെ, എന്നുകൂടി ഒന്ന് റൺ ചെയ്യുക സ്റ്റോപ്പ് ചെയ്തിട്ട്. ഓക്കെ, അഡ്മിൻ ഡാറ്റാബേസ് കണക്റ്റഡ്. അഡ്മിൻ്റെ ഡാറ്റാബേസ് കണക്റ്റായി. നമുക്കൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാം. ഒന്ന് റിഫ്രഷ് ചെയ്യാം. ഓക്കെ, യൂസേഴ്സ് മാത്രമേ ഉള്ളൂ വിസിബിളായിട്ട്, അഡ്മിനെ കാണുന്നില്ല. എന്ത് പറ്റി, പ്രൊജക്റ്റ് 1 വേറെ എവിടെയും പോയിട്ടില്ല. നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, നോ, ഒന്നും കാണുന്നില്ല. ഓക്കെ, പ്രൊജക്റ്റ് 1 എന്ന് തന്നെയാണ് നമ്മളും കൊടുത്തിട്ടുള്ളത്. അഡ്മിൻ പറഞ്ഞിട്ട് വേറെ ഒന്നും ക്രിയേറ്റ് ആയിട്ടുമില്ല. ഓക്കെ, നമുക്ക് ഈ പ്രൊജക്റ്റ് 1 ഒന്ന് കോപ്പി ചെയ്യാം. എന്നിട്ട് മുകളിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രൊജക്റ്റ് നെയിം നമുക്ക് നോക്കാം. MongoDB 0.0.0. ഓക്കെ, നമ്മളിവിടെ പ്രൊജക്റ്റിൻ്റെ P സ്മോൾ ആയിരുന്നു, അപ്പം അതായിരുന്നു എറർ ഉണ്ടായിരുന്നത്. ജസ്റ്റ് എന്ത് ചെയ്തു, അതൊന്ന് നേരത്തെ നമ്മളവിടെ നിന്ന് കോപ്പി ചെയ്ത് ഒന്ന് പേസ്റ്റ് ചെയ്തു. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഡാറ്റാബേസ് കണക്റ്റഡ്. റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ല, അഡ്മിൻസ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം ഡാറ്റാബേസ് കൊടുക്കുമ്പം സ്പെല്ലിങ് മിസ്റ്റേക്ക് വരാതെ നോക്കുക. ഓക്കെ, ഇപ്പം എന്തേ, നമ്മുടെ അഡ്മിനും കണക്റ്റ് ആയിട്ടുണ്ട്, അപ്പം യൂസറും കണക്റ്റ് ആയിട്ടുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ് ഫ്രം ഇൻ ദിസ് വീഡിയോ. നമ്മൾ മോങ്കൂസ് കണക്ട് ചെയ്തിട്ടുണ്ട് സക്സസ്ഫുള്ളി. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഇതിലേക്ക് ഡാറ്റാബേസും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ പോകുന്നത്. സോ നെക്സ്റ്റ് വീഡിയോ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, അടുത്തതായിട്ട് സൈനപ്പ് എങ്ങനെ ചെയ്യാം അതാണ് നമ്മളിനി ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ.